രോഗാതുരമാവുന്ന മനുഷ്യ മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം കലയാണ്. കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക വഴി വ്യക്തികളിലെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാനുഷികമായ സമസ്ത നന്മകൾക്കും വേണ്ടി വെമ്പൽ കൊള്ളാനായി ആസ്വാദകരെ പ്രചോദിപ്പിക്കാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിയും. അവരെ അത് പ്രചോദിപ്പിക്കും, ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ സൃഷ്ടാക്കളും പല കാലത്തും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. ഇതിനു വേണ്ടുവോളം ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ച തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിനെതിരെ എത്രയോ ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിൽ മനസ്സുപെടുത്ത് കലാപ്രവർത്തനം നിർത്തുകയല്ല ചെയ്തത്. ആ കലാകാരന്മാർ നിർത്താതെ തുടരുക തന്നെ ചെയ്തു. ഇത് പറയുന്നത് കലാരംഗത്തെ പ്രവർത്തനങ്ങൾ ആയാസരഹിതമായോ ത്യാഗം ആവശ്യമില്ലാത്തവയോ അല്ല എന്ന് സൂചിപ്പിക്കാനാണ്. തളരാതെ അതിജീവിക്കാൻ വേണ്ട മനോബലം കൂടി കലാരംഗത്തേക്ക് കടക്കുന്നവർ ആർജിക്കേണ്ടതുണ്ട്. ഇത്തരം കലോത്സവങ്ങളിൽ വിജയികളാവുന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ആ രംഗത്തെ പ്രഗത്ഭ കലാകാരന്മാരും കലാകാരികളുമായി മാറുന്നത്. നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാട്ടാനുണ്ട്. എന്നാൽ അതേസമയം സ്കൂൾ വിദ്യാഭ്യാസകാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. നമ്മുടെ പല പഴയ കലാപ്രതിഭകളുടെയും കലാതിലകങ്ങളുടെയും പിന്നീടുള്ള ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ കണ്ടെത്തി കലാകേരളത്തിന് മുതൽക്കൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായി നടത്തേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയിക്കട്ടെ. യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാമ്യപരിഗ്രഹേച്ഛയിൽ എന്നെഴുതിയത് മറ്റാരുമല്ല, മഹാകവി കുമാരനാശാനാണ്. ആഗ്രഹങ്ങളുടെ സാഫല്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് പുതുതലമുറ ഇച്ഛിക്കുന്നത്. ആ ആഗ്രഹങ്ങളുടെ സർഗാത്മകമായ പ്രതിഫലനമാകും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കലാവിഷ്കാരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കലോത്സവം ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യ സമൃദ്ധി കൊണ്ടാണ്. ഒരു വൈവിധ്യവുമില്ലാത്ത ഏകതാനതയാണ് കലോത്സവത്തിൻ്റെ മുഖമുദ്രയെങ്കിൽ അതെത്ര വിരസമായിരിക്കും. ഇത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ കാര്യത്തിൽ പ്രസക്തമാണ്. കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യനും മനുഷ്യരും തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. കലാപ്രകടനങ്ങൾക്കുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യം കൈവരണം. ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ കിടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട്. അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും നല്ല കലയുടെ ദിവസങ്ങൾ ആശംസിക്കുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം
നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.